തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ഇടുക്കി ജില്ലാ ക്യാമ്പ് ചെറായി ബീച്ച് റിസോർട്ടിൽ നടത്തപ്പെട്ടു. വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KVVES എറണാകുളം ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാനവീകരണത്തിലുള്ള കേരളത്തിലെ മന്ത്രിസഭകളൊന്നും നമ്മളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും തന്നിട്ടില്ല എന്നുള്ളത് ഈ സമയം വരെ നമ്മൾ സത്യമായിട്ട് വിശ്വസിക്കണം. എന്താണ് കേരള വ്യാപാരി വ്യവസായികളുടെ ഞാൻ ഈ കൂട്ടത്തിൽ വളരെ സന്തോഷമായിട്ട് നമ്മുടെ കാര്യങ്ങൾ 10-25 പേര് വന്നിട്ട് നിങ്ങൾ പല യൂണിറ്റിൽ നിന്നും ഇടവേളയിലും ഒക്കെ നിയോജകമന്ത്രി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് പുതിയ അധികം സുഹൃത്തുക്കളെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് സ്ത്രീകൾ കേരളത്തിന്റെ ഭരണം കൈയാളാകുന്ന ദിവസം അതിവിദൂരം അല്ലെന്ന് ഉദ്ഘാടകർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ കൂടുതൽ ഭരിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച അവതരിപ്പിച്ച ബഡ്ജറ്റിലും വ്യാപാരികൾക്ക് വേണ്ടി ഒന്നും തന്നെ നീക്കിവച്ചിട്ടില്ലെന്ന് PC ജേക്കബ് അഭിപ്രായപ്പെട്ടു. വിമൻസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ക്യാമ്പ് സന്ദേശം നൽകി. വിമൻസ് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ, എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കിയത്ത്, ഇടുക്കി ജില്ലാ ഓർഗനൈസർ CB കൊച്ചുവള്ളാട്ട്, വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗിരിജ കുമാരി, ജില്ലാ സെക്രട്ടറി റോസമ്മ മൈക്കിൾ, ട്രഷറർ വത്സ രാജേന്ദ്രൻ, ജയ പീറ്റർ, ഷീന ജോസ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സംഘാടന ചർച്ചയും സമാപന സമ്മേളനവും ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, R രമേശ്, തങ്കച്ചൻ കോട്ടയ്ക്കകം എന്നിവർ പ്രസംഗിക്കും. വനിതകളും ജീവിതചക്രവും എന്ന വിഷയത്തെക്കുറിച്ച് സിമ്പിൾ റീഷൻ ക്ലാസും ഉണ്ടാകും. എന്നാൽ നമ്മുടെ വനിതാവിന്റെ മാത്രമായിട്ട് ഒരു ക്യാമ്പ് നമ്മുടെ ജില്ലയിൽ നിന്ന് മാറി വേറൊരു ജില്ലയിൽ നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെ എറണാകുളം വലിയ ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ അവരെ അതിനെ കുറച്ച് കാണുന്നതല്ല, അവരെല്ലാം പഠിക്കുന്ന കാര്യങ്ങൾക്ക് പ്രഗത്ഭരായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു, ഒരുപക്ഷെ അംഗത്വം നേടിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ ഔദ്യോഗികമായ ജോലിയിലേക്ക് കയറി കഴിയുമ്പോൾ അവർ ആ ഒരു മേഖലയിലാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.